ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് കായ ബജ്ജി. ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ സബ്സ്ക്രൈബ് ആയി കേട്ടോ. ഇതിനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാൻ അവിടെ 2 കപ്പോളം കടലപ്പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് അരിപ്പൊടി ഇടുന്നുണ്ട്. നമ്മൾ ഈ ബജ്ജി നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷനിലാണ്, ക്രിസ്പിനെസ് വേണ്ടെങ്കിൽ ഇത് ഇടേണ്ട ഒരു ആവശ്യമില്ല. ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 1 സ്പൂണോളം മുളക് പൊടിയൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് കൂട്ടാട്ടോ. നമ്മൾ വേറെ മുളകൊന്നും ഇടുന്നില്ല, അപ്പോൾ ഇത് നോക്കിയിട്ട് മുളക് കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണേ. ഇതിലേക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് നമ്മൾ കായം ഇടണേ. കായമാണ് നമ്മൾ ഇതിന് മെയിൻ ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റം. ഇനി ഇതിന് എല്ലാത്തിനും കൂടി ആവശ്യമുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടിക്ക് വേണേ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കൊരു അല്പനേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഈ കായ ബജ്ജി ഉണ്ടാക്കാനില്ല, ഇവിടെ കായ എടുത്തിട്ടുണ്ട്. ഈ കായന്റെ പേര് പൊണ്ണൻ വാഴ എന്നാണ്. ബജ്ജി ഉണ്ടാക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു കായയാണ് ഇത്. അതിന്ന് ഒരു 3 കായന്റെ തോല് ഞാൻ ഇവിടെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഇങ്ങനെ തിന്നായിട്ട് വേണം കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് അല്പനേരം ഇതൊന്ന് കഴുകാൻ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഇല്ല കറിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന്ന് ഓരോരോ കായ എടുത്തിട്ട് നമ്മൾ ഈ ബാറ്ററിലിട്ടൊന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ആവുന്നതനുസരിച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇത് അധികം നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്നായാൽ നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളെ ടേസ്റ്റിയായ കായ ബജ്ജി റെഡിയായി. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാൻ. ഈ റെസിപ്പി വെച്ച് നമുക്ക് എല്ലാ ബജ്ജി ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നാളെ വേറെ റെസിപ്പി ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.